ദരിദ്രരായ ഒരു കുടുംബം അന്നെന്നുള്ള അന്നത്തിനായി കടലിൽ വലവീശി മീൻ പിടിച്ച് ആ ഒറ്റ ആശ്രയത്തിൽ ജീവിക്കുന്ന പത്രോസപ്പച്ചൻ. ഈ കുടുംബത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ, അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു, സ്കൂൾ തുറക്കാറായി, കുഞ്ഞുങ്ങൾക്ക് ഫീസ്, ബുക്സ്, ഇങ്ങനെ ചിലവുകൾ ഏറെയുള്ള കാലമായിരുന്നു ആ നാളുകൾ. ഈ സാഹചര്യത്തിൽ പത്രോസപ്പച്ചൻ ഒരു തീരുമാനം എടുക്കുന്നു. ഇന്ന് ഏറെ നേരം കടലിൽ ആഴമേറിയ സ്ഥലത്ത് ചെന്ന് അധികം മീൻ പിടിക്കണം, എങ്കിലേ ബാധ്യതകൾക്ക് ഒരു സഹായമായി തീരുന്നുള്ളൂ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്നും നേരത്തെ പുറപ്പെടുന്നു. ചങ്ങാതിമാരെയും കൂട്ടിക്കൊണ്ട് കടലിലേക്ക് ചെല്ലുന്ന പത്രോസപ്പച്ചൻ തൻ്റെ മുമ്പത്തെ അനുഭവങ്ങളെല്ലാം ഉപയോഗിച്ച് മീനുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോയി വല വീശി രാത്രി മുഴുവനും അധ്വാനിച്ചു. പക്ഷേ ഒരു മീൻ പോലും ആ വയലിൽ കറിയില്ല. വളരെ നിരാശനായി തിരികെ കരയിലേക്ക് വരുന്ന പത്രോസ്. അപ്പോഴാണ് ഒരു വ്യക്തി പത്രോസിനെയും കാത്ത് കരയിൽ നിൽക്കുന്നു. കാണാൻ ഒരു ആട്ടിടിൻ്റെ ഛായ, കയ്യിലൊരു വടിയുമായി. അത് വേറെ ആരുമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവായിരുന്നു. അനേക പടകുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശു പത്രോസിൻ്റെ പടകിൽ കയറിയിരുന്നു. ജനം കൂടുതൽ കരയിലുണ്ടായിരുന്നു. യേശു പ്രസംഗിച്ച് തുടങ്ങി. യേശു ആ കൂട്ടത്തിൽ ഏറ്റവും വിഷമിച്ചിരുന്ന പത്രോസിൻ്റെ മനസ്സ് തൻ്റെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രസംഗം നിർത്തി. പത്രോസിനോട് പടകിനെ ആഴത്തിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. നിരാശയോടെയെങ്കിലും യേശുവിൻ്റെ വാക്ക് പത്രോസ് അനുസരിക്കുവാൻ ഇടയായി. യേശു പറഞ്ഞതുപോലെ വലയിട്ടു. ഒരു പടകിൽ ഒറ്റ മീന് പോലും ലഭിക്കാതിരുന്ന ഒരു രാത്രി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴോ തൻ്റെ പടകും തൻ്റെ കൂട്ടാളിയുടെ പടകും നിറഞ്ഞ് വല കീറിപ്പോകുവാൻ തക്കവണ്ണം മീനുകൾ വലയിൽ കയറി. അവരതിശയിച്ചു. പ്രിയരെ, നിങ്ങളുടെ ഏത് അവസ്ഥയിലും ജീവിതമാകുന്ന പടകിൽ യേശു കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും കൂടെയുള്ളവരും ഭ്രമിച്ച് അതിശയിച്ചു പോകുവാൻ തക്കവണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് മറന്നു പോകരുത്. ഒരു കാര്യം കൂടി പറയാം. പത്രോസും അവൻ്റെ കൂട്ടുകാരും ലഭിച്ച അനുഗ്രഹത്തിൻ്റെ പുറകെ പോകാതെ യേശുവിൻ്റെ പിന്നാലെ പോയത് ലൂക്കോസ് 5:11 കാണുവാൻ കഴിയും. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കഷ്ടത്തിലും ആവശ്യങ്ങളിലും നാം നിരാശപ്പെടുവാൻ സാധ്യതകൾ ഏറെ ഉണ്ട്, എങ്കിലും യേശുവിൻ്റെ വാക്ക് അനുസരിക്കുക. രണ്ടാമത്തത്, യേശു എന്ന അത്ഭുത മന്ത്രി, വീരനാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ആ ഭൂമിയിലെ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകാതെ നമ്മുടെ ഹൃദയം നിത്യ അനുഗ്രഹമായ യേശുവിൻ്റെ പുറകെ ആയിരിക്കട്ടെ എന്ന് മുക്കുവൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഓൾ.